إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേകമായ ശ്രദ്ധ, എപ്പോഴുമുള്ള ജാഗ്രത എന്നും എപ്പോഴും എവിടെയും സദാ വെച്ച് പുലർത്തണമെന്നും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅൻ. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിൻ്റെ കൂടെ ഒരാളെയും പങ്കു ചേർക്കരുത്. അത് അടിസ്ഥാനപരമായ വിഷയമാണ്. അള്ളാഹുവിന് മാത്രമേ ഇബാദത്തുകൾ പാടുള്ളൂ. അവൻ്റെ കൂടെ ഒരാളെയും പങ്കു ചേർക്കാൻ വേണ്ടി പാടുന്നില്ല. അത് വളരെ ഖണ്ഡിതമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തന്നു. ശേഷം പറഞ്ഞു വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം, നല്ല രീതിയിൽ പെരുമാറണം, താഴ്മയോടെ വിനയാന്വിതരായി അവരോട് പെരുമാറണം. വബിദിൽ ഖുർബ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർത്തുകയാണ്, നിങ്ങൾ നിങ്ങളുടെ അടുത്തവരോട്, നിങ്ങളുടെ ബന്ധുക്കളോട്, നിങ്ങളുടെ രക്തബന്ധുക്കളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളാവാം, അവരോട് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം. വൽ യതാമ. യതീം കുട്ടികളോട്, അനാഥകളോട് വിനയാന്വിതരായി നല്ല രീതിയിൽ പെരുമാറണം. വൽ മസാകീൻ. പാവങ്ങളോട്, ദരിദ്രരോട്, ഒരു എത്തുപിടിയില്ലാത്ത ആൾക്കാർ, എന്ത് തരത്തിലും ജീവിച്ചിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ആൾക്കാർ, അങ്ങനെയുള്ളവരോട് നിങ്ങൾ വിനയാന്വിതരായി നല്ല രീതിയിൽ പെരുമാറണം. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർത്തിയത് വൽ ജാരിദിൽ ഖുർബ. നിങ്ങളുടെ അയൽവാസികൾ, നിങ്ങളുടെ ബന്ധുക്കളാണെങ്കിൽ അവരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം. വൽ ജാരിൽ ജുനുബി. നിങ്ങളുടെ അയൽവാസികൾ ബന്ധുക്കളല്ല, മറ്റുള്ള ആൾക്കാരാണ്, മറ്റുള്ളവരാണ്, എങ്കിലും അവരോട് നല്ല രീതിയിൽ പെരുമാറണം. വസാഹിബി ബിൽ ജംബ്. അതെ, നിങ്ങളുടെ സഹവാസികളോടും നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ കടമകളും അവകാശത്തെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിപ്പിക്കുന്നത്. ഇവിടെ എണ്ണിയപ്പോ ഒന്ന് പറഞ്ഞത് അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അത് പറഞ്ഞതിന് ശേഷം തുടർത്തുകയാണ്, നിങ്ങൾ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം കേട്ടോ, നിങ്ങളുടെ അടുത്ത ആൾക്കാരോട് പെരുമാറണം കേട്ടോ, നിങ്ങളെ യതീം കുട്ടികളോട്, യതീമുകളോട് നല്ല രീതിയിൽ പെരുമാറണം കേട്ടോ, പാവപ്പെട്ടവരോട്, നിങ്ങളുടെ അയൽവാസികളോട്, അവർ നിങ്ങളുടെ ബന്ധുക്കളാണെങ്കിൽ, നിങ്ങളുടെ സഹോദരിമാരാണെങ്കിൽ, സഹോദരന്മാരാണെങ്കിൽ, അതല്ല ആരുമല്ല, രക്തബന്ധം ഒന്നുമില്ലാത്ത അയൽവാസികളാണ് എങ്കിൽ പോലും അവരോട് നല്ല രീതിയിൽ പെരുമാറണം കേട്ടോ, നിങ്ങളുടെ സഹവാസികളോടും നിങ്ങളുടെ കൂടെ കഴിയുന്നവരോടും നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറണം കേട്ടോ. ഒരു മുസ്ലിമിനോടുള്ള അടിസ്ഥാനപരമായ കൽപ്പനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത്. സഹോദരന്മാരെ, ഇവിടെ ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചേക്കാം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നമുക്ക് ഒരു കണിശത ഉണ്ടാവും, അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കണം എന്നതിൽ നമുക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടാവും. നമ്മളെ മാതാപിതാക്കളോട് ഒരു പരിധിവരെ നമ്മൾ നല്ല രീതിയിൽ കഴിഞ്ഞവരായിരിക്കാം,
നമ്മളുടെ രക്തബന്ധത്തോട് നല്ല രീതിയിലുള്ള ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടാവും. നമ്മൾ യതീം കുട്ടികളോട് അവർക്ക് കാണിക്കേണ്ട പരിഗണന നമ്മൾ കൊടുക്കുന്നുണ്ടാവും. എന്നാൽ നമ്മുടെ അയൽവാസികളോടുള്ള നമ്മുടെ സമീപനം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് ചിലപ്പോൾ അടുത്ത ബന്ധുക്കളായാലും ഒരു അത്തരം രീതിയിലായിരിക്കില്ല നമ്മുടെ പോക്കുണ്ടാകുക. ഇനി അതല്ല, അയൽവാസികൾ അന്യരാണെങ്കിൽ അവർ മുസ്ലിങ്ങളാണ്, പക്ഷേ അത് നമ്മുടെ ബന്ധുക്കളല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അല്ല തന്നെ മറ്റു മതക്കാരാണ് എങ്കിൽ പോലും അവരോടുള്ള നമ്മുടെ സമീപന രീതി എന്താണ്? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമണ്യല്ലോ, സൗഭാഗ്യമണ്യപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? മിൻ സആദത്തിൽ മർ, അതേ മനുഷ്യന്റെ ഭാഗ്യങ്ങളിൽ പെട്ടതാണ് അൽ ജാറു വസ്സാരിയു വൽ മർകബുൽ ഹനിയു വൽ മസ്കനുൽ വാസി, സദ്വർത്തനായ അയൽവാസി. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടുന്ന ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്നദ് അഹ്മദിൽ ഹദീസിൽ ആദ്യമായി എണ്ണിയത് നല്ലൊരു അയൽവാസി എന്നാണ്. അതുപോലെ തന്നെ ധന്യമായൊരു വാഹനം, നല്ലൊരു വാഹനം, അതുപോലെ തന്നെ വിശാലമായ വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മറ്റൊരു ഹദീസിൽ കാണാം നല്ല ഭാര്യ, നല്ല ഇണ, ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്? ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്, ഒരു മനുഷ്യന്റെ ഭാഗ്യത്തിൽപ്പെട്ടതാണ്, സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്, അവന്റെ ഐശ്വര്യത്തിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ ആ പറയുന്നതിൽ ആദ്യമായി എണ്ണുന്നത് ഒരു നല്ല അയൽവാസിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശ്വാസികളായ നമ്മളോട് പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയിൽ, അല്ലെങ്കിൽ അങ്ങനെ പഠിക്കണം എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമ്മോട് കൽപ്പിച്ച കൽപ്പനയെ കാണാം, തഅവ്വുസു ബില്ലാഹി മിൻ ജാരിസ്സൗ. അതെ, നിങ്ങൾ എന്ത് ചെയ്യണം? മോശം അയൽവാസികളെ തൊട്ട്, അവരുടെ മോശ സ്വഭാവത്തെ തൊട്ട് അള്ളാഹുവിൽ നിങ്ങൾ അഭയം തേടണം. ഈ ദാരുൽ മുഖാമ, ദാറുൽ മുഖാമിലുള്ള എന്ന് പറഞ്ഞ നാട്ടിലുള്ള നമ്മുടെ സ്വന്തം അയൽവാസി, അവർക്ക് നിന്നുണ്ടാകുന്ന മോശമായ സ്വഭാവങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹുവിനേക്കുള്ള അഭയം തേടണം. മരുഭൂമിയിലുള്ള അയൽവാസിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം അവര് വന്നു പോകുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ സ്ഥിര താമസമുള്ള അയൽവാസികൾ ഉണ്ടാവും നിങ്ങളുടെ അയൽവക്കത്തായിട്ട്. അവരിൽ നിന്നുണ്ടാകുന്ന മോശമായ സ്വഭാവത്തെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അല്ലാഹുവിൽ അഭയം തേടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, ആരാണ് അയൽവാസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളിവിടെ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി ശരിക്കും വിശദീകരിച്ചിട്ടുണ്ട് ആരാണ് അയൽവാസി എന്നുള്ളത്. അതുകൊണ്ടാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ജാർ എന്ന് പറഞ്ഞാൽ, അയൽവാസി എന്ന് പറഞ്ഞാൽ വഇസ്മുൽ ജാർ യബ്ശലുൽ മുസ്ലിമി വൽ കാഫിരി വൽ ആബിദ വൽ ഫാസിക വസ്സദീഖ വൽ അദുവ വൽ ഗരീബ വൽ ബലദിയ വൽ നാഫിയ വൽ ളാറ വൽ ഖരീബ വൽ അജ്നബിയ വൽ അഖറബ ദാരൻ വൽ അബ്ഗദ വലഹു മറാത്തിബ് ബഅദുഹ അഅല മിൻ ബഅദിൻ ഫഅലഹ. അതായത് അയൽവാസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മുസ്ലിമിനെയും കാഫിറിനെയും പുണ്യവാനെയും പാപിയെയും മിത്രത്തെയും ശത്രുവേയും അതുപോലെ തന്നെ ഉപകാരിയെയും ഉപദ്രവകാരിയെയും അടുത്ത ബന്ധുവേയും അകന്ന ബന്ധുവേയും വീടിനോട് ഏറ്റവും അടുത്തവനെയും ഏറ്റവും അകന്നവനെയും ഒക്കെ ഉൾക്കൊള്ളുന്നു. അവന് ചില പദവികളുണ്ട്. അവ ഇതിനേക്കാൾ മികച്ചതാണ് എന്ന് പറഞ്ഞ അയൽവാസി എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്മുടെ ആദർശക്കാരൻ, നമ്മുടെ ആൾക്കാർ എന്നല്ലല്ലോ. അത് ആരെങ്കിലും ആയിക്കോട്ടെ, അത് മുസ്ലിം ആയാലും അല്ലെങ്കിൽ അമുസ്ലിം ആയാലും അവർക്കൊക്കെയും അവകാശങ്ങളുണ്ട്. പക്ഷെ അവർക്കൊക്കെ വ്യത്യസ്ത രീതിയിൽ പദവികളുണ്ട്. അതുകൊണ്ട് തന്നെ അയൽവാസികളുടെ കൂട്ടത്തിൽ 3 അവകാശമുള്ളവരെ എണ്ണിയിട്ടുണ്ട്. അതാരാണ് 3 അവകാശമുള്ളത്? ഒന്ന് കുടുംബക്കാരനാണ്, മുസ്ലിമുമാണ്, അവൻ അയൽവാസിയാണ് എങ്കിൽ 3 അവകാശമുണ്ട്. നമ്മുടെ കുടുംബക്കാരൻ, നമ്മുടെ സഹോദരി, നമ്മുടെ സഹോദരൻ, നമ്മളേപ്പ മൂത്തേപ്പ, അവരാണ് നമ്മുടെ അയൽവാസിയെങ്കിൽ അവർക്ക് 3 അവകാശമുണ്ട്. ഒന്ന് കുടുംബക്കാരനായവന്റെ അവകാശം, 2 മുസ്ലിമായവന്റെ അവകാശം, 3ാമത്തത് അവൻ അയൽവാസി എന്ന രീതിയിലുള്ള അവകാശം. രണ്ടാമത്തത് 2 അവകാശമുള്ളതാണ്. അതാരാണ്? അവൻ നമ്മുടെ കുടുംബക്കാരനല്ല, പക്ഷെ മുസ്ലിമാണ്. അവന് അവകാശമുണ്ട്. രണ്ടാമത്തത് അവൻ നമ്മുടെ അയൽവാസിയാണ് എന്നുള്ള അവകാശമാണ്. 3ാമത്തത് ഒരു അവകാശമുള്ളവൻ, അവൻ ആരാണ്? അവൻ അയൽവാസി മാത്രമാണ്, മുസ്ലിമും അല്ല, നമ്മുടെ ബന്ധുവൊന്നുമില്ല, അവൻ കാഫിറും മറ്റു മതക്കാരനും മറ്റാണ്. പക്ഷെ അവന് നമ്മിൽ നിന്ന് എന്തുണ്ട്? അവകാശമുണ്ട് എന്ന് പറയുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെടുത്ത്
കാണാമല്ലോ നമുക്ക്. വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബി എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കുടുംബക്കാരനായ അയൽവാസിയും കുടുംബക്കാരനല്ലാത്ത അന്യരായ അയൽവാസിയും ഇവർക്കൊക്കെ എന്തുണ്ട്? ഇവർക്കൊക്കെയും അവകാശങ്ങളുണ്ട്, പദവികളുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു വകുല്ലു മിൻ സുകിറ ഫീ ഹാദിൽ ആയ. ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവിൽ നിന്ന് അവന്റെ നമ്മുടെ അവകാശം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. അത് കാഫിറാണെങ്കിലും, അത് തോമസ് അല്ലേ മറ്റേ ബാലനല്ലേ എന്നല്ല, നമ്മുടെ അയൽവാസി ആരായാലും നമ്മിൽ നിന്ന് അവന് ചില അവകാശങ്ങളുണ്ടെന്നാണ്. അത് ആരായാലും അത് നമ്മളിൽ നിന്ന് നിർബന്ധമാക്കിയ സംഗതിയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനയാണ്. അതുകൊണ്ടാണല്ലോ സഹോദരന്മാരെ അബൂസറിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നീ എന്തെങ്കിലും കറിയങ്ങ് പാകം ചെയ്യുമ്പോൾ കുറച്ച് കറിന്റെ ചാറ് കുറച്ച് കൂട്ടിക്കും, എന്നിട്ട് അയൽവാസിക്ക് കുറച്ചങ്ങ് കൊടുക്കുക. അവരത് പരിഗണിക്കണമെന്നാണ്. എന്തുകൊണ്ടാണ്? അത് അവരിലുള്ള സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവരുമായിട്ടുള്ള അടുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവകാശിയുടെ അവകാശത്തിന്റെ മഹത്വം പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, അല്ല അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മാദാല യൂസീനി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് വസിയത്ത് നൽകി, എന്നെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. ബിൽ ജാരി, ആരെക്കൊണ്ട്? അയൽവാസിയെ കുറിച്ച്. ഹത്താ ലനതു അന്നഹു സയുവരിസു, അതായത് എൻ്റെ അവകാശം, എൻ്റെ അനന്തര സ്വത്ത് അദ്ദേഹത്തിന് നൽകപ്പെടണം, അല്ലെങ്കിൽ അനന്തര സ്വത്ത് എത്രയാണ് അതുപോലും അവന് നൽകപ്പെടുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. ഇപ്പൊ നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ മരണപ്പെട്ടു പോയാൽ അതിന് അനന്തര സ്വത്തായിരിക്കും ഉണ്ടാകുക, അത് മക്കൾക്ക് അങ്ങനെയുള്ളവർക്കാണ് ഉണ്ടാകുക. എന്നാൽ അങ്ങനെയുള്ള അനന്തര സ്വത്ത് പോലും അയൽവാസിക്ക് നൽകപ്പെടുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. അത്രമാത്രം ജിബ്രീൽ അയൽവാസിയുടെ കാര്യത്തിൽ എന്നോട് ഉപദേശിക്കുകയുണ്ടായി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി എന്നാണ്. സഹോദരന്മാർ, എത്രമാത്രം മഹത്വമേറിയ കാര്യമാണ്. അതുകൊണ്ടാണ് അബൂ ഷുറൈഹി അൽ അൻസാരി റളിയല്ലാഹു അൻഹു ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഒരാൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ, പരലോകത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, അതായത് വല്ലവനും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്റെ അയൽവാസിയെ ആദരിക്കട്ടെ എന്ന്, അയൽവാസിക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കട്ടെ എന്ന്. സാധാരണഗതിയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു വലിയ വിഷയമാണിത്. കാരണം എല്ലാ കാര്യത്തിലും നമുക്ക് പരിഗണന ഉണ്ടാവും, പക്ഷെ അയൽവാസിക്ക് കൊടുക്കേണ്ട പരിഗണന നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മളെ വീട്ടിലൊരു അത്യാവശ്യ സൽക്കാരം നടക്കുമ്പോൾ നമ്മുടെ കുടുംബക്കാരെ ഒക്കെയും വിളിച്ചിട്ടുണ്ടാവും, നമ്മുടെ ബന്ധുക്കളെ വിളിച്ചിട്ടുണ്ടാവും, നമ്മളെ ഇളയപ്പാനെ വിളിച്ചിട്ടുണ്ടാവും, വളരെ ദൂരെ നിന്നുള്ള മൂത്തുമ്മ പോലും വന്നിട്ടുണ്ടാവും. പക്ഷെ നേരെ തൊട്ടടുത്ത അയൽവാസിനെ വിളിച്ചിട്ടുണ്ടാവില്ല. അതൊരു സൽക്കാരാണ്, ഒരു പാർട്ടിയാണ്. അങ്ങനെയല്ല, അവർക്ക് കൊടുക്കേണ്ട അവകാശം അവർക്ക് കൊടുക്കട്ടെ, അവർ ആദരിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അയൽവാസിക്ക് നന്മ ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കപ്പെട്ടു. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുഹ്സിൻ ഇലാ ജാരി, വല്ലവരും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്റെ അയൽവാസികൾ നന്മ ചെയ്യട്ടെ എന്ന്. അവിടെ മതം നോക്കിക്കൊണ്ടല്ല, മതം അന്വേഷിച്ചുകൊണ്ടല്ല, അയൽവാസി ആരായാലും അവന് നന്മ ചെയ്യട്ടെ എന്നാണ്. അതുകൊണ്ടാണ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, മഅനൽ ഹദീസ് ഇന്ന മൻ ഇൽതസമ ശറാഇറൽ ഇസ്ലാം ലസിമഹു ഇക്റാമു ജാരിഹി വളൈഫിഹി വബിർരിഹിമാ വകുല്ലു ദാലിക തഅരീഫുൻ ബിഹഖിൽ ജാരി വഹസ്സുൻ അലാ ഹിഫ്ദീന. അപ്പോൾ ഹദീസിന്റെ അർത്ഥം, ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കുന്നവൻ തന്റെ അയൽക്കാരനെയും അതിഥിയെയും ബഹുമാനിക്കുവാനും അവർക്ക് നന്മ ചെയ്യാനും ബാധ്യസ്ഥനാണെന്ന്. ഇസ്ലാമിന്റെ ശറായികൾ പാലിക്കുന്ന ആൾക്കാർ, അത് ഹജ്ജ്, ഉംറ, നിസ്കാരം, നോമ്പ് എന്നല്ല, അത് മാത്രമല്ല, മറിച്ച് അങ്ങനെ പാലിക്കുന്നവർ തന്റെ അയൽവാസികൾക്ക് നന്മ ചെയ്യാൻ അവൻ ബാധ്യസ്ഥനാണ്. ഇതെല്ലാം അയൽവാസിയുടെ അവകാശങ്ങൾ നിർവചിക്കപ്പെടുകയും അവനെ സംരക്ഷിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഘടകമാണ്. അപ്പോൾ നമ്മളൊരു മുസ്ലിം ആണെങ്കിൽ, ഇസ്ലാമിന്റെ ശറായികൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ, നമ്മുടെ അയൽവാസിക്ക് നമ്മിൽ നിന്ന് അവകാശപ്പെട്ട സംഗതികളാണ് എന്തെന്ന്, നമ്മിൽ നിന്നുള്ള അവർക്കുള്ള നന്മ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേക്കുറിച്ച് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എല്ലാ തരത്തിലുള്ള മറാത്തിബുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസിന്റെ കാര്യത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്.
പക്ഷെ നമുക്ക് വളരെ അശ്രദ്ധാലുക്കളായ ഒരു വിഭാഗം കൂടിയാണ് ആര്? നമ്മുടെ അയൽവാസികൾ എന്ന്. അത് യാഥാർത്ഥ്യമാണ്, അതൊരു സത്യമാണ്. സഹോദരന്മാരെ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. അവർ ചോദിച്ചു, യാ റസൂലുള്ളാഹ് ഇന്നലി ജാറൈനി ഫഇല അയ്യിഹിമാ ഉഹ്ദി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല അഖറബുഹാ മിൻകി ബാബ. അതായത് ആയിഷ റളിയല്ലാഹു അൻഹ അയൽവാസികളുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും കടപ്പെട്ടതാരാണ്? കാരണം എനിക്ക് കുറേ അയൽവാസികളുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ വീടിന്റെ വാതിലുണ്ടല്ലോ, ആ വാതിലിനേക്കുള്ള കൂടുതൽ അടുത്ത വീട് ഏതാണ്? അവരാണ് നിന്റെ ഏറ്റവും ഉന്നതരായ അയൽവാസി. നീ ഏറ്റവും ഏറ്റവും അവകാശമുള്ളത്, ഏറ്റവും അടുത്തവർ അവരാണ് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നേരെ അടുത്ത് നിൽക്കുന്ന വീട്, അവരാണ് ഏറ്റവും നല്ല അയൽവാസി, അവരാണ് ഏറ്റവും അടുത്ത അയൽവാസി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖൈറുൽ ജീറാനി ഇൻദല്ലാഹ് ഖൈറുഹും ലിജാരി. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല അയൽവാസി തൻ്റെ അയൽവാസിയോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാണ്. അപ്പൊ അള്ളാഹുവിന് ചില അയൽവാസികൾ ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറിലെ അയൽവാസിനെ പറ്റി പറഞ്ഞു തന്നിട്ടില്ലേ? അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും നല്ല അയൽവാസി എന്ന് പറയുന്നത് നമ്മുടെ അയൽവാസികളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ നന്മ ചെയ്താൽ അല്ലെങ്കിൽ തിന്മ ചെയ്താൽ എനിക്കത് എങ്ങനെയാണ് അറിയാൻ വേണ്ടി സാധിക്കാം? ഞാൻ ചെയ്ത നന്മയാണ്, ഞാൻ ചെയ്ത തിന്മയാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ എന്ത് ചെയ്യണം? നീ നിന്റെ ജീറാൻ, അതായത് അയൽവാസിയോട് ചോദിക്കണം. ഇദാ സമീഅത ജീറാനക യഖൂലൂൻ ഖദ് അഹ്സൻത ഫഖദ് അഹ്സൻത. അതായത് നിന്റെ അയൽവാസി പറയുകയാണ്, നീ ആ ചെയ്തത് നല്ല കാര്യമാണ്, എങ്കിലെന്താണ് അത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില കാര്യങ്ങളൊക്കെ അയൽവാസികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടി വരും എന്നർത്ഥം. അവരോടൊന്നും മിണ്ടാത്ത രീതിയിലല്ല. ഞാൻ എൻ്റെ ഭാര്യ, കുട്ടികൾ, നമ്മൾ മരണപ്പെട്ടു പോയാലോ ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ കുട്ടിയും മാത്രം നിസ്കരിച്ചാൽ മതി നമ്മൾ വിചാരിക്കുക? അല്ല, അന്നേരം എല്ലാവരും വേണം, അയൽവാസിയും വേണം, നാട്ടുകാരും വേണം, കുടുംബക്കാരും വേണം, എല്ലാവരും വേണം. എന്നാൽ ജീവിതത്തിൽ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികളും മാത്രം. സഹോദരന്മാരെ, അങ്ങനെയല്ല. ഈ ഹദീസ് എന്താ പഠിപ്പിക്കുന്നത്? നമ്മുടെ ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്തതും ആലോചിച്ചൊക്കെ നല്ലതാണോ, നമ്മൾ അടുത്ത സുഹൃത്തായ അയൽവാസിയോട് ചോദിക്കണം, അവരുമായിട്ട് സംസാരിക്കണം. അപ്പൊ അയൽവാസി പറയണം, നീ ആ ചെയ്തത് നല്ലതാണെങ്കിൽ അത് നല്ലതാണെന്ന്. നീ ആ ചെയ്ത് മോശമായി പോയില്ല, അങ്ങനെ പറയേണ്ടേന് നിങ്ങൾ കേട്ടോ എന്ന് അയൽവാസി പറയുന്നെങ്കിലോ എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ചെയ്തത് മോശമാണെന്നാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുക. അതിന്റെ അർത്ഥം എന്താ? അവർക്കുള്ള അവകാശങ്ങളാണ്. നമ്മളൊന്നും അറിയാത്തവരായ രീതിയിൽ, നമ്മുടെ ഒരു കാര്യം അറിയാത്തവരായ രീതിയിൽ ചുറ്റും മതിലുകൾ കെട്ടി ബന്ധിക്കപ്പെട്ട രീതിയിൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കുക എന്ന് പറയുന്ന സഹോദരന്മാർ, അത് ദുനിയവായിട്ട് തന്നെ ദുസ്സഹമായ അവസ്ഥയാണ്. പരലോകത്തോ അതിൻ്റെ അപ്പുറം ദുസ്സഹമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇന്നത്തെ കാലത്തൊക്കെ ജീറാനുമായി അയൽവാസികളായിട്ട് നമുക്കൊരു ബന്ധമില്ലാത്ത അവസ്ഥയാണ്. അത് അയാളുടെ പാടിന് പോകുന്നു, അങ്ങനെ ഒരാളുണ്ട് അവിടെ, അവരെന്ത് ജോലിക്ക് പോകുന്നുണ്ട് തോന്നുന്നു, മോനെ എവിടെയോ പോകുന്നുണ്ട് തോന്നുന്നു, മോളെ എവിടെയോ പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി. ഒന്നിലൊരു താല്പര്യമില്ല, ഒന്നും അറിയാൻ വേണ്ടി പോകുന്നില്ല. ഒരു സ്ത്രീ ആശുപത്രിയിലാണ് 2 ആഴ്ചയായിട്ട് 3 ആഴ്ചയായിട്ട് കേട്ടിനി അവരെന്തോ ആശുപത്രിയിലാണ് എന്തോ കേട്ടിനി. നേരെ അയൽവാസിയായിരിക്കും, വീട്ടിലെ നേരെ വക്കത്തായിരിക്കും. ഒന്ന് അന്വേഷിക്കാനോ ഒന്ന് അറിയാനൊന്നും താല്പര്യമില്ല. അയാളെ മകൻ ആക്സിഡന്റ് ആയിട്ട് ഒരു 2-3 മാസമായി കിടപ്പിലാന്ന് തോന്നുന്നു, കിടപ്പിലാണ്, നേരെ അയൽവക്കത്താണ്. ഒന്ന് കയറി നോക്കാം, എന്തൊക്കെയാണ് സുഖവിവരങ്ങൾ അന്വേഷിക്കുക. ഭൗതികമായ പ്രൗഢിയിൽ എത്രയും ഉലാസത് എന്ന് കരുതുന്ന ആൾക്കാർക്കും അവരുടേതായ പരിമിതികളും വീക്ക്നെസ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരാൾ വന്ന് ആശ്വസിപ്പിക്കുമ്പോൾ, ഒരു നല്ല വർത്താനം പറയുമ്പോൾ, നല്ല സമാശ്വാസം നൽകുമ്പോൾ അത് എത്രമാത്രം ആശ്വാസമായിരിക്കും അയൽവാസികൾക്കൊക്കെ. ഇടത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സന്ദർശിക്കുക. പഴയ കാലത്തൊക്കെ സ്ത്രീകളും മറ്റൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ സന്ദർശിക്കുന്ന രീതികളുണ്ടായിരുന്നു. അത് ചില ദൂഷ്യവശങ്ങൾ അതൊക്കെ ഉണ്ട്, പക്ഷെ അതല്ല, എന്നാൽ ഒരുപാട് നന്മകൾ അതിലുണ്ടായിരുന്നു. പരസ്പരം മാനസികമായ കാര്യങ്ങൾ ഒന്ന് ഇറക്കി വെക്കാൻ ഒരു പ്രായമുള്ള ആൾ അപ്പുറത്തെ വീട്ടിൽ പോവുക, ഒന്ന് അന്വേഷിക്കുക, അവരുടെ കാര്യങ്ങൾ പറയുക, ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ കേൾക്കുക, അതിന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. അതൊക്കെ എന്താണ്? അത് പരസ്പരമുള്ളൊരു ബന്ധത്തിൻ്റെയും ഒരു മാനസികമായ ഉല്ലാസത്തിൻ്റെയൊക്കെ കാരണമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇന്നത്തെ കാലത്തിന് പ്രശ്നം എന്താ? ഇപ്പൊ ഇടുങ്ങിയ ജീവിതമാണ്, ആരുമായിട്ടൊരു ബന്ധമില്ല. അതുകൊണ്ട് ചെറിയ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മകൻ ആത്മഹത്യ ചെയ്യുന്നു, മകൾ ആത്മഹത്യ ചെയ്യുന്നു, മക്കൾക്കെല്ലാവർക്കും വിഷം കൊടുത്തിട്ട് ഇയാളും കെട്ടി തൂങ്ങുന്നു. കാരണം ഇത് ഇറക്കി വെക്കാനോ, ഇത് പറയാനോ, ഇത് സംസാരിക്കാനോ ബന്ധങ്ങൾ നമ്മുടെ മുന്നിലില്ല. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ
കൃത്യമായിട്ടുള്ള നിർവചനമാണ് അയൽവാസിന്റെ കാര്യത്തിൽ നൽകിയിട്ടുള്ളത്. ഏത് പേരെന്നറിയോ? മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പരലോകത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ഫലാ യുദി ജാറഹു, നിങ്ങളുടെ അയൽവാസിന് ഒരു തരത്തിലും ദ്രോഹിക്കാൻ പാടില്ല. ഒരു തരത്തിലും ദ്രോഹിക്കാൻ പാടില്ല. അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പരലോകത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയൽവാസികളെ ഒരു തരത്തിലും ദ്രോഹിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുപോലെ തന്നെ സ്ത്രീകളോട് പറഞ്ഞു, യാ നിസാഅൽ മുസ്ലിമാത്, മുസ്ലിങ്ങളായ സ്ത്രീകളെ, ലാ തഹ്കിറന്ന ജാറത്തൻ ലി ജാറതിയ വലു ഫിർസീന ഷാത്തിൻ, നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയെ നിസാരമാക്കണം. അത് അതില്ലേ, അത് മൂപ്പർക്ക് ആദ്യം ഒരു കല്യാണം കഴിച്ചിന്, എന്നിട്ട് ഡൈവേഴ്സ് ആണ്, മറ്റേത് ഡൈവേഴ്സ് ആണ്, ഇയാൾ എങ്ങനെയാണ്, ആ പെണ്ണ് കാണാൻ വന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം അവറ്റ മടങ്ങിപ്പോയിനി. ഇങ്ങനെ മറ്റുള്ളവരെ നിസാരമാക്കുന്ന രീതിയുണ്ടല്ലോ നമ്മുടെ അയൽവാസികളെ കുറിച്ച്. അങ്ങനെ ഒരു തരത്തിലും നിങ്ങൾ നിസാരമാക്കരുത്. ഈ മുസ്ലിം സ്ത്രീകളെ നിങ്ങളൊരു ആട്ടിൻകാലെങ്കിലും പാകം ചെയ്ത് അവർക്ക് സമ്മാനമായി കൊടുത്ത് അവരാദരിക്കുക എന്ന, എന്തെങ്കിലും സമ്മാനം കൊടുത്തേക്കാം. പലപ്പോഴും ഒരു കേക്ക് ഉണ്ടാക്കിയാൽ, വീട്ടിൽ എന്തെങ്കിലും ഒരു പാകം ചെയ്ത് ഒരു പായസം ഉണ്ടാക്കിയാൽ കുറച്ച് നമ്മുടെ അയൽവക്കത്തേക്ക് കൊടുക്കാം. ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സ്ത്രീകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. സഹോദരന്മാരെ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ലാ തഖൂമു സഅതു ഹത്താ യൽഹറൽ ഫുഹ്ഷ്, നീചവൃത്തി, അതുപോലെ തന്നെ ബോധപൂർവമുള്ള നെറികേടുകൾ, കുടുംബബന്ധം മുറിക്കലേ, ചീത്ത അയൽപക്ക ബന്ധവും വ്യാപകമാകുന്നവരെ ഒരിക്കലും ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. അതായത് അയൽപക്കമായിട്ട് ഒരു ബന്ധമില്ലാത്ത അവസ്ഥ, സമൂഹത്തിൽ ഒരുപാട് നീചവൃത്തികൾ, അതുപോലെ തന്നെ ഒരുപാട് നെറികേടുകൾ, ബോധപൂർവമുള്ള നെറികേടുകൾ, അതിനാൽ തഫാവുഷ് എന്ന് പറയും. ബോധപൂർവം നമ്മൾ കാട്ടിക്കൂട്ടുന്ന നെറികേടുകൾ, ഇപ്പൊ ഡ്രസ്സിന്റെ കാര്യത്തിലും മറ്റു ലൈംഗിക കാര്യത്തിലൊക്കെ കാണുന്നില്ലേ, ഒരു നെറികേടുകൾ ബോധപൂർവം ഉണ്ടാക്കിയ അതൊക്കെ വ്യാപകമാകുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. അതുപോലെ തന്നെ അയൽവാസി ഉപകാരമെടുക്കുന്ന സംഗതികളെ നമ്മൾ ഒരിക്കലും തടയാൻ വേണ്ടി പാടുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ യഖ്നഉ ജാറുൻ ജാറഹു അൻ യഗ്രിസ ഖശബഹു ഫീ ജിദാരി, ഒരാൾ തന്റെ മരത്തടി അയൽവാസിയുടെ ചുമരിൽ നാട്ടുന്നത് ഒരു അയൽവാസി തടയാൻ വേണ്ടി പാടുന്നില്ല. ഇന്നത്തെ കാലത്തിന്റെ അവസ്ഥ എന്താ? ഇപ്പുറത്തെ മരത്തിന്റെ കൊമ്പ് അപ്പുറത്തേക്ക് നീണ്ട പറഞ്ഞോണ്ട് നിൽക്കും, നിങ്ങൾ കൊമ്പ് ഇങ്ങോട്ട് നീണി കേട്ടോ, അതൊന്ന് മുറിക്കണം കേട്ടോ, മുറിക്കണം. പേരക്കയിൽ നിന്ന് കുറച്ച് ഇല വീണാലോ, നിങ്ങളെ പേരക്കന്റെ മരത്തിന്റെ ഇല ഉണ്ടല്ലോ, അത് നമ്മളെ മുറ്റത്ത് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, അടിച്ചു വാരിച്ച് അപ്പുറത്തേക്ക് ഇങ്ങനെ തട്ടുകയും ചെയ്യും. ഔദു ബില്ലാഹ്. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, നിങ്ങൾ വൃക്ഷം ഉണ്ടല്ലോ, അവരുടെ വൃക്ഷം ഇവരുടെ വൃക്ഷം നിങ്ങളെ വീട്ടിലേക്ക് ചാരി വെച്ചാലും അങ്ങനെ സമ്മതം ചോദിച്ചാലും നിങ്ങൾ തടയാൻ വേണ്ടി പാടുള്ളതല്ല. ഒരു വീടുണ്ടെന്ന് കരുതിക്കോ, ഇപ്പൊ ഒരു അയൽവാസി വീടുണ്ടാക്കുക തുടങ്ങി ഇയാൾക്ക് ഭയങ്കര കുശുമ്പ്. എങ്ങനെയാന്ന് പറഞ്ഞാൽ വഴി മുടക്കാന്നാ നോക്കാം. വഴി ഉണ്ടാവും, ആ വഴി രേഖയിലില്ലാത്തന്ന് കേട്ടോ, അത് നിങ്ങളെ വഴി നിങ്ങളെ ഉപയോഗിക്കണം. അല്ലപ്പോ നമ്മൾ വീട് എടുത്ത് കഴിയുന്നവരെങ്കിലും അതൊന്നും ഉപയോഗിച്ചിട്ട് അതൊന്നും പാടില്ല, അതൊന്നും പാടില്ല, ഇപ്പൊ അങ്ങനെ പറയും. പിന്നെ നിങ്ങൾ പറയൂ അത് നമ്മളെ വീഴി ഇതെല്ലാം പറഞ്ഞിട്ട് അയൽവാസിക്ക് ഉണ്ടാകുന്ന നന്മകൾ മുടക്കുന്ന പ്രവണത അത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും റിപ്പോർട്ടുകൾ ഇടുങ്ങി ഏത് തരത്തിലാണ് മറ്റേ മനുഷ്യനെ ദ്രോഹിക്കാൻ എന്നതാണ് നോക്കുന്നത്. ഒരു വീട്ടിൽ കല്യാണം വരുമ്പോൾ ആദ്യം ഭയക്കുന്നത് ആരാന്നറിയാം? നമ്മൾ അയൽവാസികളായിരിക്കും. അത് അവരറിഞ്ഞേക്കല്ലേ, നമ്മളെ കുടുംബം അയാൾ അറിഞ്ഞേക്കല്ലേ, ഇയാൾ അറിഞ്ഞേക്കൽ, കാരണം ഈ മകളെ എന്തെങ്കിലും തരത്തിലും മുടക്കി കളിയോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസിക്കുണ്ടാകുന്ന ഒരു നന്മയും നിങ്ങൾ മുടക്കരുത്. അതൊരു മരത്തടി നിങ്ങളെ വീട്ടിലേക്ക് ചാഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് ഒരു അയൽവാസി സമ്മതം കൊടുക്കാൻ ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കണമെന്നാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമ്മിൻ ജാരിൻ മുതഅല്ലിഖിൻ ബിജാരി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എത്ര അയൽവാസികളാണ് തന്റെ അയൽവാസികളാൽ ബന്ധിക്കപ്പെട്ടവനായിട്ടുള്ളത്. യാ റബ്ബ് ആദാ അഗ്ലഖു ബാബഹു ദൂനി ഫമാന മഅറൂഫ, എന്റെ റബ്ബേ ഇയാളുടെ വാതിൽ എന്റെ മുന്നിൽ കൊട്ടിയടിക്കുകയും അവന്റെ നന്മ എനിക്ക് തടയുകയും ചെയ്തു എന്നാണ്. എന്തെങ്കിലും ഒരു നന്മ എനിക്ക് കിട്ടുന്നത് അത് ഇയാൾ പലപ്പോഴും അല്ലാഹുവെ തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയൽവാസികളാൽ ബന്ധിക്കപ്പെട്ട രീതിയിൽ ഖിയാമത്ത് നാളിൽ വരുന്ന എത്രയെത്ര മനുഷ്യന്മാരുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്നാൽ ഒരു ഉപകാരം ചെയ്യില്ല, ഒരു ഉപകാരം ചെയ്യില്ല. എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം വരും പാരയായിട്ട്, അല്ലെങ്കിൽ തടസ്സമായിട്ട്, എപ്പോഴും തടസ്സം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അയൽവാസികൾ. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നാളെ ഖിയാമത്ത് നാളിലുണ്ടല്ലോ, നിങ്ങൾ തടസ്സപ്പെടുത്തി ഈ അയൽവാസി ഉണ്ടല്ലോ, ആ അയൽവാസി നിന്നെ ബന്ധിച്ച രീതിയിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകുമെന്നാണ്.
എത്ര എത്ര ഹദീസുകളാണ് സഹോദരന്മാരെ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ, അല്ലാഹു തന്നെയാണ് വിശ്വാസിയാവുകയില്ല. വല്ലാഹി ലാ യുഅ്മിൻ, അല്ലാഹു തന്നെ വിശ്വാസിയാവുകയില്ല. വല്ലാഹി ലാ യുഅ്മിൻ, അല്ലാഹു തന്നെ വിശ്വാസിക്കയില്ല. ഖീല വമൻ യാ റസൂലല്ലാഹ്, സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകൻ ആരാണ്? ഖാല അല്ലദീ ലാ യഅ്മുനു ജാറഹു ബവായികഹു, അതായത് ആരുടെ ഉപദ്രവത്തിൽ നിന്നും ചതിപ്രയോഗത്തിൽ നിന്നുമാണ് അയൽവാസി നിർഭയനാകാത്തത്. ഒരാൾക്ക് അയൽവാസിയെ കുറിച്ച് പേടിയാണ്. അങ്ങനെ പേടിക്കാത്ത രീതിയിൽ ഉള്ള ഒരു അയൽവാസി ആരാണ്? അങ്ങനെയുള്ള മനുഷ്യനാണെന്ന്. ആരുടെ ഉപദ്രവത്തിൽ നിന്നും ചതിപ്രയോഗത്തിൽ നിന്നും ഒരു അയൽവാസി നിർഭയനാകാത്തതാണ് ആരാണ്? അയാൾ വിശ്വാസിയാവുകയില്ല എന്ന് പറഞ്ഞ അയൽവാസിക്ക് നമ്മളെ കുറിച്ച് പേടിയുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസിയാവുകയില്ല എന്ന് ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മളെ കുറിച്ച് നമ്മുടെ അയൽവാസി ഭയക്കുകയാണ്. മൂപ്പർ അറിഞ്ഞ പ്രശ്നമാണ്, മൂപ്പർ അറിഞ്ഞ അങ്ങനെയാണ്, മൂപ്പർ അറിഞ്ഞ ഇങ്ങനെയാണ്, മൂപ്പർ മക്കൾ അറിഞ്ഞ ഇങ്ങനെയാണ്. എങ്കിലെന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറയാണ് നമ്മൾ വിശ്വാസിയാവുകയില്ല എന്നാണ്. ഒരിക്കലേ ഒരു സഹാബി ചോദിച്ചു, ഇന്ന വ്യക്തി, അതായത് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കണം, അദ്ദേഹം ആവലാതി പറയാൻ വേണ്ടി വന്നത് തന്റെ അയൽവാസിനെ കുറിച്ചായിരുന്നു. അപ്പൊ അന്നത്തെ കാര്യത്തിൽ ഒരു വ്യവസ്ഥയുണ്ട്. ആവലാതി പറയാൻ വേണ്ടി വന്ന ആ അയൽവാസിനെ കുറിച്ച് ജനങ്ങൾ മുഴുവനും അറിയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചു. അതുകൊണ്ട് എന്താക്കി, നീ ഒരു കാര്യം, ഈ ബാണ്ടക്കെട്ടിലെടുത്തില്ല, ബാണ്ടക്കെട്ടിന്റെ വഴിയിൽ നിൽക്കും, ജനങ്ങൾ നിന്നോട് ചോദിക്കും എന്താണ് അവസ്ഥ, അപ്പൊ ജനങ്ങളോട് പറയാന്ന് പറഞ്ഞു. അപ്പൊ ജനങ്ങളൊക്കെ ചോദിച്ചു, ഈ ബാണ്ടക്കെട്ടും ഭണ്ഡാരൊക്കെ എടുത്തിട്ട് ഇയാൾ റൂട്ടുമ്പോൾ നടക്കില്ല, അല്ലെങ്കിൽ വഴിയിൽ നടക്കില്ല. അപ്പൊ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, എന്താ അവസ്ഥ? അപ്പൊ എന്നെ ഇന്നയാൾ ഉപദ്രവിക്കുന്നു, എന്റെ അയൽവാസി ഉപദ്രവിക്കുന്നു, എന്നെ അയൽവാസി ചോദിക്കുന്ന ആളോടൊക്കെ ഇയാൾ ഇത് പറയാൻ തുടങ്ങി. അപ്പൊ ആ അയൽവാസി അറിഞ്ഞു, അയാൾ ഓടി വന്നു. എന്നിട്ട് പറയും, ഇനി ഞാൻ നിങ്ങളെ ഉപദ്രവിക്കേലേ, നിങ്ങൾ ഈ സാധനം എടുത്ത് മാറ്റിക്കളാം, ഇനി ഞാൻ ഒരിക്കലും ഉപദ്രവിക്കില്ല, ദയവ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് എന്നെ വഷളാക്കല്ലേ എന്ന് പറഞ്ഞു. എന്താണ് മറ്റൊരു നിവേദനത്തിൽ വന്നതാ, ജനങ്ങൾ നിന്നെ ശപിക്കുന്നതിന് മുമ്പായി അള്ളാഹു നിന്നെ ശപിച്ചിരിക്കുന്നു. അപ്പൊ ജനങ്ങളൊക്കെ ഇയാളെ പറ്റി കേട്ടാലുണ്ടാകും, അവരുടെ മനസ്സിൽ ഒരു ഈർഷ്യതുണ്ടാവുമല്ലോ. അപ്പൊ ഹദീസിൽ കാണാം, ജനങ്ങൾ നിന്നെ ശപിക്കുന്നതിന് മുമ്പായി അള്ളാഹു നിന്നെ ശപിച്ചിരിക്കുന്നു. അത്ര ഗൗരവമുള്ള വിഷയമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ നമ്മുടെ പക്കത്തുള്ള അയൽപക്ക ബന്ധം എന്ന് പറയുന്നത്, അവർക്ക് ചില അവകാശങ്ങൾ നമ്മിൽ നിന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവരുമായി നല്ല ബന്ധം ചേർക്കാനും അവരെ പോരായ്മകൾ മറക്കുവാനും നല്ല രീതിയിൽ ഇടപെടാനും വിശ്വാസി എന്ന രീതിയിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, നിത്യമായ ജാഗ്രത എപ്പോഴും എന്നും എവിടെയും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒരു സ്ത്രീ ഇന്ന ഫുലാനത തഖൂമുൽ, ആ സ്ത്രീ രാത്രിയിൽ നന്നായിട്ട് നിസ്കരിക്കുന്നവരാണ്, പകല് നല്ല രീതിയിൽ നോമ്പ് വെക്കുന്നതാണ്, അതുപോലെ തന്നെ അവർ നല്ല രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന അവരാണ്. അതായത് പക്ഷേ എങ്കിലും അവരെന്താണ്, അവരുടെ നാവ് കൊണ്ട് അവരുടെ അയൽവാസികളെ ഇടയ്ക്കിടയ്ക്ക് ദ്രോഹിക്കും, എന്തെങ്കിലും തരത്തിൽ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവർ രാത്രി നിസ്കരിക്കുന്നവരും പകലൊക്കെ നോമ്പ് വെക്കും, ഒരുപാട് ദാനധർമ്മങ്ങളും ചെയ്യുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഖൈറ ഫീഹാ ഹിയ മിൻ അഹ്ലിന്നാർ, അവളിൽ ഒരു നന്മയില്ല. നിങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വെക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ ഒന്നും പറയണ്ട, അവളിൽ ഒരു നന്മയില്ല, അവള് നരകാവകാശിയാണ്, നരകവാസിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതേ ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു സ്ത്രീയുണ്ട്, അവർ നിർബന്ധമായ നിസ്കാരം മാത്രമേ നിസ്കരിക്കാറുള്ളൂ, ഒരുപാട് നിസ്കാരം നിസ്കരിക്കുന്നു ഞാൻ കാണിക്കണം, നിർബന്ധമായ നിസ്കാരം നിസ്കരിക്കും. ഈ ഉണങ്ങിയ വെണ്ണക്കെട്ട അവർക്ക് അത്രേ ഉള്ളൂ, അതങ്ങനെ സദക്ക ചെയ്താൽ കാണാൻ സാധിക്കും. എന്നാൽ അവർ ഒരാളെയും ദ്രോഹിക്കാറില്ല.
അവരെ നാവ് കൊണ്ട് ഒരു കുത്തുവാക്ക്, കുശുമ്പ് വാക്ക്, അസൂയ, പക, വിദ്വേഷം, മറ്റുള്ളവരെ ദ്രോഹിക്കുക, അതൊന്നും അവർ ചെയ്യാറില്ല. എങ്കിലോ ഉടനടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അവരെന്താണ്? അവർ സ്വർഗവാസിയാണ്. ചിന്തിക്കണം സഹോദരന്മാർ, നമ്മുടെ സ്വഭാവ രീതികളിൽ ഉണ്ടാകുന്ന മാറ്റം, അതിന്റെ വ്യക്തത മനസ്സിലാക്കാൻ നമ്മുടെ നേരെ അയൽവക്കത്തെ ബന്ധമാണ്. ഇപ്പൊ നമ്മൾ വലിയ എല്ലാ ഇസ്ലാമിക ചിഹ്നങ്ങളും നമ്മളിൽ ഉണ്ട്, എന്നാൽ അയൽവാസി പറയുന്നത് അയാള് വിചാരിക്കുന്ന ആളല്ല കേട്ടോ, അയാൾ എങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മുടെ ജീവിത വിശുദ്ധി ഉണ്ടാക്കുക എന്നത് അത് ചില്ലറ വിഷയമല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ അവനാണ് സത്യം. സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നത് തന്റെ അയൽവാസിക്കല്ലെങ്കിൽ തന്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നവരെ ഒരു ദാസനും യഥാർത്ഥത്തിൽ വിശ്വാസിയാവുകയില്ല. ഇപ്പൊ നമുക്ക് നമ്മുടേതായ ചില സ്വാർത്ഥതകൾ ഉണ്ടാവും. അങ്ങനെ ചെയ്യാൻ പറ്റിയ സന്ദർഭം ഉണ്ടായാൽ ഉടനെ അയൽവാസിക്ക് വിവരം അറിയിക്കാൻ, നിങ്ങൾ അറിഞ്ഞോ ആ റേഷൻ കാർഡിന് ഇന്ന സമയത്ത് പേര് കൊടുക്കാണ്ട് കേട്ടോ, നിങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് കൊടുത്താൽ ഞാനെല്ലാം കംപ്ലീറ്റ് ആക്കി കേട്ടോ, നിങ്ങളുടെ അവസ്ഥ എന്താ, നിങ്ങൾ അത് ചേർത്തിട്ടുണ്ടോ? അല്ല നിങ്ങൾ അറിയോ ഇന്നൊക്കെ ആനുകൂല്യം കിട്ടുന്നുണ്ട്, നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ? അല്ല എന്താ സ്കോളർഷിപ്പ് നിങ്ങൾ എന്റെ മോക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ മോൻ അതേ ഇതിലല്ലേ പഠിക്കുന്നത്, അത് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണുള്ളത്, നമുക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത്, അത് സ്വന്തം അയൽവാസിക്കും ലഭിക്കുന്നത് ആ രൂപത്തിൽ ആകാത്തത് വരെ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അയൽവാസികളിൽ വളരെ മോശം സ്വഭാവമൊക്കെ ഉണ്ടാവും. അവരെ കുറിച്ചുള്ള പ്രാർത്ഥനയും പഠിപ്പിക്കപ്പെട്ടു. അല്ലാഹുവേ ദാറുൽ മുഖാമിലുള്ള നാട്ടിലുള്ള ചീത്ത അയൽവാസിയിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു എന്നുള്ള പ്രാർത്ഥനകൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചാൽ, നമ്മുടെ അയൽവാസികൾക്ക് കൊടുക്കേണ്ട പരിഗണന ആ രീതിയിൽ കൊടുത്താൽ അത് അള്ളാഹു എന്നുള്ള തൃപ്തിക്കും അവനെന്നുള്ള പൊരുത്തത്തിനും കാരണമായി തീരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിൽ പലരും അവഗണിക്കുന്ന ഒരു വലിയ വിഷയത്തെ ചുരുക്കി പറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഖൈറാത്തുകൾ നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കാം, സുന്നത്തിനോട് പ്രത്യേകമായ സ്നേഹം കാണിക്കാം. സമൂഹത്തിലും നാട്ടിലുണ്ടാകുന്ന എന്തൊക്കെ വിധത്തുകളുണ്ടോ അതൊക്കെയും വെടിഞ്ഞുകൊണ്ട് ജീവിക്കാം. കാലാനുസൃതം നാട്ടിൽ പൊങ്ങി വരുന്ന എല്ലാ അനാചാരങ്ങളെയും വെടിഞ്ഞുകൊണ്ട് ഇഖ്ലാസോട് കൂടി ഇത്തിബാവോട് കൂടി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. സംഗീതം, സിനിമകള്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയും വെടിയുക. ടൂർ എന്ന പേരിൽ നടത്തപ്പെടുന്ന ആഭാസങ്ങൾ അതിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുക. അതുപോലെ തന്നെ ടൂറിന്റെ യാത്ര എന്നൊക്കെ പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന വാഹനങ്ങളിലെ തുള്ളലും ഡാൻസും പാട്ടും മ്യൂസിക്കും ആണും പെണ്ണും ഇടകലർന്നു കൊണ്ടുള്ള ജീവിതം അതൊക്കെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ അതൊക്കെ സൂക്ഷ്മതയോടും കൂടി കൈകാര്യം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ അറിവുകളും ഉപകാരവും അതുപോലെ തന്നെ ഗുണവും ഒക്കെയും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള മരണങ്ങൾ, അതുപോലെ തന്നെ ജീവിതത്തിലോ മറ്റോ വാർദ്ധക്യത്തിലോ അപേക്ഷയായി ജീവക്ഷമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥകൾ, എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ട ജീവിത സാഹചര്യങ്ങൾ അല്ലാഹു എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അല്ലാഹു ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമയം നമ്മുടെ അന്ത്യസമയമാക്കുകയും യഖീനോട് കൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെ വരെയും മാറ്റി തീർക്കണമേ. അല്ലാഹു നമ്മിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യവും ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുവേ, നമ്മുടെ ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും കുട്ടികളിലും ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.